മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. എക്സ്ക്ലൂസീവ് ഒരു പ്രതികരണത്തിലേക്കാണ്. ഇന്ന് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. എറണാകുളം ചേരാനെല്ലൂരിൽ തടങ്കലിൽ പാർപ്പിച്ച് പണം തട്ടിയ ഒരു കേസുണ്ടായിരുന്നു. അതിലെ ദൃക്സാക്ഷി റിപ്പോർട്ടിനോട് പല ഞെട്ടിക്കുന്ന കാര്യങ്ങളും വെളിപ്പെടുത്തി. 6 ദിവസത്തോളം 7 പേരെ വാടക വീട്ടിൽ കെട്ടിയിട്ടു. ഒരു സംഘം ആളുകൾ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന് രക്ഷപ്പെട്ടവർ തന്നെ പറഞ്ഞു. സഹായിക്കണമെന്ന് നിലവിളിച്ച ഒരാൾ നാട്ടുകാർക്കിടയിലേക്ക് ഓടി വരികയായിരുന്നു. അങ്ങനെയാണ് ഈ വിവരങ്ങൾ പുറത്തറിഞ്ഞത് എന്നാണ് ദൃക്സാക്ഷി റിപ്പോർട്ടിനോട് പറഞ്ഞത്. ആദ്യം ഒരാൾ ഇവിടെ നിന്ന് ഡോറൊക്കെ പൊളിച്ചാടി ഓടി. അത് കഴിഞ്ഞിട്ടൊരു 5 പേര് താഴത്തോട്ട് ഇറങ്ങി. അവർ ഹിന്ദിയായിരുന്നു സംസാരിച്ചത്. എന്നിട്ട് ഞങ്ങളെ രക്ഷിക്കണം, 6 ദിവസമായി ഇവിടെ താമസിപ്പിച്ച് അവിടെ നിന്ന് ചാടി വന്നതാണ്, ശബ്ദം ഉണ്ടാക്കാറുന്നില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ അതാ മുകളിൽ ഒരു റൂമിലാണ് കെട്ടിയിട്ടേച്ചത്. അപ്പോൾ കയറൊക്കെ കെട്ടിയിട്ടേക്കണായിരുന്നു, കയറൊക്കെ കാണിച്ചു തന്നു. അപ്പം പോലീസ് വന്ന് അവിടുന്ന് ആധാർ കാർഡ്, കുറേ സീല്, പിന്നെ ലാപ്ടോപ്പ് ഒക്കെ കണ്ടെടുത്ത് ബാക്കി ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റിയത്. 7 ഇതര സംസ്ഥാനക്കാരെയാണ് ഈ തടങ്കലിൽ നിന്ന് പോലീസ് രക്ഷപ്പെടുത്തിയത്. കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 30 ലക്ഷം രൂപയാണ് പ്രതികൾ ഇവരിൽ നിന്നും തട്ടിയെടുത്തത്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. സജോ ദേവസ്യം, അർജുൻ മട്ടന്നൂരും ചേർന്നു. സജോ, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. കെട്ടിയിട്ട് തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. എറണാകുളത്താണ് ഈ സംഭവം. ആ ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ, അതിന്റെ ഒരു ക്രൂരത എത്രത്തോളം ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അല്ലേ? വിനീത, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നത്, അതോടൊപ്പം തന്നെ വല്ലാത്തൊരു ദുരൂഹത ഇതിനെ ചുറ്റിപ്പറ്റിയും ഉണ്ട് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് 10-ാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം പുറത്തേക്ക് അറിയുന്നത്. അതായത് ഒരാൾ രക്ഷപ്പെട്ടോടി നിലവിളിച്ചുകൊണ്ട് നാട്ടുകാരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് തന്നെ രക്ഷപ്പെടുത്തണമെന്ന് വിവിധ ഭാഷകളിൽ പറയുന്നു, ഹിന്ദിയിൽ പറയുന്നു. ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്നോർത്ത് ഹെൽപ്പ് മീ എന്ന് നിലവിളിച്ച് കരയുന്നു. അപ്പോഴാണ് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് നാട്ടുകാർക്ക് തോന്നുന്നത്. പിന്നാലെയാണ് അവർ പോലീസിനെ വിവരം അറിയിക്കുന്നത്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന മറ്റ് ആളുകളെ കൂടി കണ്ടെത്തുകയാണ്. അവരെ ഈ 6 ദിവസം, 7 പേരെ 6 ദിവസം അവിടെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു, തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. ഇവർക്ക് കാനഡയിലേക്ക് ജോലി നൽകാം, അങ്ങോട്ടേക്ക് വിസ നൽകാം, അവിടെ ജോലി ലഭ്യമാക്കി തരാം എന്നൊക്കെ വിശ്വസിപ്പിച്ച് വാഗ്ദാനം ചെയ്താണ് അവരെ കേരളത്തിൽ എത്തിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനക്കാരാണ്, അതായത് മധ്യപ്രദേശ്, കർണാടക തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ വാടക വീട്ടിലേക്ക് എത്തിക്കുന്നു, അവിടെ തടവിൽ പാർപ്പിക്കുന്നു. തുടർന്ന് വിവിധ ഫ്ലെക്സ് ബോർഡുകൾക്ക് മുന്നിൽ നിർത്തി ഭീഷണിപ്പെടുത്തി വീഡിയോ ചിത്രീകരിക്കുന്നു. അതായത് കാനഡയിലെ ചില പ്രദേശങ്ങളുടെ, സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ ഫ്ലെക്സായി പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നിൽ നിർത്തി വീഡിയോ ചിത്രീകരിക്കുന്നു. ആ ദൃശ്യങ്ങൾ പിന്നീട് വീട്ടുകാർക്ക് അയച്ചു കൊടുത്ത് അവരിൽ നിന്നും പണം സ്വീകരിക്കുന്നു. ഓരോ ആളുകളും 30 ലക്ഷം രൂപ നൽകണം എന്ന് ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഇത് പുറത്തറിയാതിരിക്കാൻ ഇവരെ അവിടെ കെട്ടിയിടുന്നു. പിന്നീട് ഈ പ്രതികൾ പുറത്തുപോയ സമയത്ത് ഒരാൾക്ക് എങ്ങനെയോ രക്ഷപ്പെട്ട് ഈ ഡോറൊക്കെ പൊളിച്ച് പുറത്തേക്ക് ചാടി വരാൻ കഴിയുന്നു. അപ്പോഴാണ് ഈ ക്രൂരത പുറം ലോകം അറിയുന്നത്. അത്രയും ദിവസം ഇവരുടെ ക്രൂര പീഡനത്തിന് ഇരകളാവുകയായിരുന്നു. ഈ വിഷയം മനസ്സിലാക്കിയതിന് പിന്നാലെ തന്നെ പോലീസ് ഇടപെടുന്നു. പോലീസിന്റെ ആ ഘട്ടത്തിലെ പരിശോധനയിൽ ഒരു പ്രതിയെ മാത്രമാണ് പിടികൂടാൻ കഴിഞ്ഞത്. അദ്ദേഹവും ആ പ്രതിയും, അയാളും ഒരു ഇതര സംസ്ഥാനക്കാരനാണ്. വെസ്റ്റ് ബംഗാൾ സിലിഗുരി സ്വദേശി അബ്ദുൾ റഹ്മാനെയാണ് പിടികൂടിയത്. മറ്റാളുകളെ പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരിലേക്ക് അന്വേഷണം പോകുന്നു. സമാന രൂപത്തിലുള്ള ഒരു വലിയ തട്ടിപ്പ് നെറ്റ്വർക്ക്, ഒരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവരെന്തിനാണ് ഇവിടെ തെരഞ്ഞെടുത്തത്? ചേരാനെല്ലൂരിലെ സ്ഥലം എന്തിനു തെരഞ്ഞെടുത്തു? എന്തിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു? അപ്പോൾ ഈ സംഘത്തിന്റെ പ്രവർത്തന ശൈലി എന്താണ്, മോഡസ് ഓപ്പറാണ്ടി എന്താണ് എന്ന് തുടങ്ങിയുള്ള വിശദമായ പരിശോധനകളിലേക്കാണ് ഇനി പോകേണ്ടത്. മറ്റ് പ്രതികളെ പിടികൂടാനുള്ള ഊർജിത ശ്രമം ആരംഭിച്ചു എന്നാണ് ചേരാനെല്ലൂർ പോലീസ് വ്യക്തമാക്കുന്നത്. അതാണ് അർജുൻ മട്ടന്നൂർ കൂടി ചേരുകയാണ്. അർജുൻ, ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുണ്ട്. എന്തിനീ സംഘം ചേരാനെല്ലൂർ പോലെയുള്ള ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുത്തു? ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയായിരുന്നോ? എത്രത്തോളം ആളുകൾ ഒരു സംഘത്തിലുണ്ട്? ഇതൊരു വലിയ നെക്സസ് ആണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണം. സാധാരണ നമ്മൾ ഈ വിസ തട്ടിപ്പ്, അതിൽ പണം തട്ടിയെടുക്കുന്നതൊക്കെ, അതിന്റെ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് അതുപോലെയല്ല. ആളുകളെ കെട്ടിയിട്ട്, അതും അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ആളുകളെയൊക്കെ ഈ രീതിയിൽ ചൂഷണം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും വിനീത, ഇത് അന്തർ സംസ്ഥാന ബന്ധമുള്ള ഒരു ശൃംഖലയാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇവരെങ്ങനെയാണ് ഈ ഇരകളെ കണ്ടെത്തിയത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് തരത്തിൽ പരസ്യം നൽകിയാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇത്തരമൊരു വാഗ്ദാനം നൽകി ഇവരെ ആകർഷിച്ചത്, അതിനുശേഷം ഇവരെങ്ങനെയാണ് കേരളത്തിലേക്ക് ഇവരെ എത്തിച്ചത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പ്രാദേശിക സഹായം എന്നതിനപ്പുറത്തേക്ക് ഈ ശൃംഖലയിലെ പ്രധാന കണ്ണികളടക്കം മലയാളികളുണ്ട് എന്നതാണ് പോലീസിന് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം.
ഇപ്പോൾ ആര്യൻ, തൻവീർ, ജോസഫ് എന്നിവരുടെ പേരുകൾ മാത്രമാണ് ഈ ഇരകളിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുള്ളത്. മറ്റൊരാൾ പിടിയിലായ ഹൈദരലിയാണ്. സ്വാഭാവികമായും കൂടുതൽ പ്രതികളുണ്ട്, അതിൽ കൂടുതൽ മലയാളികളുണ്ട്. അവർക്ക് ചേരാനെല്ലൂരിൽ ഒരു ആഡംബര വീട് തന്നെ, അല്ലെങ്കിൽ സാമാന്യം ഭേദമായ ഒരു വീട് തന്നെ വാടകയ്ക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ താമസ സൗകര്യം ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും കാലം ഇത് പുറത്തറിയാതെ ഇവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കുന്നുമുണ്ട്. അതിനപ്പുറത്തേക്കുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ ഈ ശൃംഖലയിലെ പ്രധാന കണ്ണിയടക്കം മലയാളികളുണ്ടോ എന്നതും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട തടസ്സം ഈ പ്രതികളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഈ ഇരകൾക്കറിയില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ ഹൈദരലിയെ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ, അദ്ദേഹത്തിന്റെ ഫോൺ അടക്കം പരിശോധിച്ച ശേഷം മാത്രമേ ഇതിൽ കൂടുതൽ പ്രതികളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. രക്ഷപ്പെട്ട 10ലേറെ പ്രതികളുണ്ട്. അവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇവർ മുൻപും കേരളത്തിൽ പല ഭാഗങ്ങളിൽ താമസിച്ച സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തെ ഞെട്ടിച്ച ഒരു വലിയ തട്ടിപ്പാണ്, അല്ലെങ്കിൽ വലിയൊരു റാക്കറ്റാണ് കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തിയത്. ഇതിൽ ഒരാളെ മാത്രമാണ് പിടികൂടിയിട്ടുള്ളത്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയതൊപ്പം സജോ ദേവസിയാണ് ദൃക്സാക്ഷിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും കേട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും തുടരന്വേഷണം വേണം, തുടർ വാർത്തകളിലേക്കും അന്വേഷണത്തിലേക്കും ഒക്കെ നമുക്ക് പോവുകയും വേണം. തിരിച്ചെത്താം.